ഇന്ന് നമ്മളോടൊപ്പമുള്ളത് രസതന്ത്ര വിഭാഗത്തിൽ നിന്നും അനൂപ് സാറാണ്. രസതന്ത്രത്തിൻ്റെ രസമറിഞ്ഞ് കുട്ടികളെ വളരെ ആസ്വദിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് നമുക്ക് മുന്നിലുള്ളത്. സ്വാഗതം അനൂപ് സാർ. താങ്ക് യു. ബ്രില്യൻറ്റിൽ സാർ എത്തിച്ചേർന്നിട്ട് എത്ര വർഷമായി? 2015 ഒരു ഒക്ടോബർ 17 ഞാൻ ബ്രില്യൻറ്റിൽ വരുന്നത്. ഈ വരുന്നതെന്ന് പറഞ്ഞാൽ രസകരമായ ഒരു കാര്യമാണ്. കാരണം നോർമലി ഞാൻ ആകാശിലേക്ക് വീക്കെൻഡിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീക്കെൻഡിൽ പോകുമ്പോൾ ശനി ഞായർ മാത്രമേ ക്ലാസ് എടുക്കാൻ അങ്ങനെ ആകാശിൽ പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസം എനിക്ക് സ്വന്തമായിട്ട് ചങ്ങനാശ്ശേരിയിൽ ഒരു സെൻറ്റർ ഉള്ളതുകൊണ്ട് അവിടെ ക്ലാസ് എടുക്കും. തിങ്കൾ ടു വെള്ളി വരെ അവിടെ രാവിലെ വൈകിട്ടും ക്ലാസ് എടുക്കും. പിന്നെ ഈ ശനി ഞായറും ആകാശിൽ പോകും. പിന്നെ അതുപോലെ തന്നെ കൊട്ടാരക്കര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെയും ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഒക്ടോബർ മാസം 2015 എൻ്റെ അമ്മ രാവിലെ ഒരു പത്രത്തിലെ കട്ടിങ് എടുത്തിട്ട് പറഞ്ഞു, എടാ ഇതുപോലെ ബ്രില്യൻറ്റിൽ ഇങ്ങനെ സാറുമാരെ ആവശ്യമാണെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് ട്യൂട്ടറിനെ ആവശ്യമുണ്ടെന്നായിരുന്നു. അതിൻ്റെ ബ്രാക്കറ്റിൽ ലേഡി സ്റ്റാഫ് ഒന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ കണ്ടില്ല. ഞാനിവിടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം പെൺപിള്ളേരാണ്, ഞാൻ മാത്രമുള്ള ആണായിട്ട്. അപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ സിബി ടീച്ചർ മേടിച്ചു, ജോർജ് സാറോ മേടിച്ചു. കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവ്യൂ വിളിച്ചിട്ട് ചോദിച്ചു, സാറ് പത്രത്തിലെ അഡ്വർടൈസ്മെൻറ്റിന് വന്നതാണോ? ഞാൻ പറഞ്ഞു അതെ. അല്ല, ഞങ്ങൾ ലേഡി സ്റ്റാഫ് ഒന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് ഞാൻ ശ്രദ്ധിച്ചില്ല സാറേ, ഞാൻ എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് മേടിച്ച് നോക്കി, ഇപ്പം എക്സ്പീരിയൻസ് നോക്കിയപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ആകാശ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറ് പഠിപ്പിക്കുന്നതല്ലേ, ഞാനൊരു ടീച്ചറിനെ വിളിക്കാം, സാർ അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദീപ ടീച്ചറിനെ വിളിക്കുന്നു. ദീപ ടീച്ചറിനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചാപ്റ്റർ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന +2 ഒരു ചാപ്റ്റർ പറഞ്ഞു. അപ്പോൾ ആ ചാപ്റ്റർ പോയിട്ട് ഞാൻ ഒരു D4 ബാച്ച്, എനിക്കിപ്പോൾ ഓർമ്മയില്ല, D4 നമ്മുടെ റൂം നമ്പർ 34 ആ ക്ലാസ്, ഏറ്റവും താഴത്തേൽ A ബ്ലോക്കിൽ. അപ്പോൾ അവിടെ പോയി ഞാൻ ക്ലാസ് എടുത്തു. അപ്പോൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഞാനങ്ങ് തിരിച്ച് വീട്ടിൽ പോയി വൈകുന്നേരം റിസൾട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് ജോർജ് സാർ പറഞ്ഞു, സാറിന് 72 മാർക്ക് കിട്ടി. 72 മാർക്ക് നമ്മളെ സംബന്ധിച്ച് വലിയ മാർക്കൊന്നുമല്ല. അപ്പോൾ സാറിന് ആദ്യം ക്ലാസ് എടുത്ത് 72 മാർക്ക് കിട്ടിയതുകൊണ്ട് സാറ് ഒരാഴ്ചയുടെ ക്ലാസ് എടുക്കുക, എന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോർജ് സാറിൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ വീണ്ടും വന്നിട്ട് ഒരാഴ്ച ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും പിള്ളേർന്ന് ഫീഡ്ബാക്ക് എടുത്തു. എന്നിട്ട് പറഞ്ഞു സാറിന് കണ്ടിന്യൂസ് ബ്രില്യൻറ്റ് വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബ്രില്യൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഭാഗ്യം എന്നുള്ളത് പറയാം. കാരണം ലേഡി സ്റ്റാഫ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഞാനവിടെ സാർ എനിക്കൊരു അവസരം തന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാറിനോട് പൊക്കോളം പറഞ്ഞാൽ നിങ്ങൾ ലേഡീസിനെ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പായി. പക്ഷെ അങ്ങനെ ഒരു അവസരം നമുക്ക് തന്നു. അത് സാറിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്. ഇപ്പം നോർമലി ഒരാൾ ശരിയല്ലെങ്കിൽ സാർ ഇങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ്. എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അവസരം കൊടുത്താൽ നന്നാക്കാൻ പറ്റുമോ നോക്കും, അല്ലാതെ അയാളെ എഴുതി തള്ളുന്ന പരിപാടിയില്ല. അതൊരു വലിയ കാര്യമാണ്. സാർ ഇപ്പം അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു പല പുതിയ സ്ഥാപനങ്ങൾ വന്നത് ആ ഒരു സമയത്താണ്. പല സ്ഥാപനങ്ങളും, അതായത് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും നിന്നുപോയൊരു സമയം കൂടെയായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. കോവിഡിൻ്റെ സമയത്ത് ബ്രില്യൻറ്റ് അതിജീവിച്ചത് എങ്ങനെയാണെന്നാണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ശരിക്കും ബ്രില്യൻറ്റിന് അതുവരെ ഒരു ഓഫ്ലൈൻ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം ബ്രില്യൻറ്റ് ലെവൽ എന്തുവാണെന്നും, ബ്രില്യൻറ്റ് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നും, സാറുമാരുടെയൊക്കെ ലെവലൊക്കെ എന്തുവാന്നൊക്കെ ഇവിടെ വരുന്ന പിള്ളേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിള്ളേർക്കും പേരൻസിനും അറിയാം. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലെവലൊന്നും അറിയത്തില്ല. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മളിവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആ വീഡിയോയിലുള്ള ലെവലിൽ നിന്നും ആൾക്കാർക്ക് മനസ്സിലാവുകയാണ്. എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു ചാപ്റ്റർ എങ്ങനെയാണ് ഇത്ര ലിമിറ്റഡ് പീരീഡ്സിൽ കംഫർട്ടബിളായി ഡെപ്തിൽ എടുക്കുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ നോർമലി ഞാനൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ എൻ്റെ ഒരു വിചാരം ആ ചാപ്റ്ററിൽ എനിക്ക് ഭയങ്കര അറിവുണ്ടെന്ന്. അപ്പോൾ അവിടെ ബ്രില്യൻറ്റുകാർ ചെയ്ത ഏറ്റവും വലിയൊരു ബുദ്ധിപരമായിട്ടൊരു കാര്യം, ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു ചാപ്റ്റർ അതേ ചാപ്റ്റർ എടുക്കുന്ന വേറൊരു സാറിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പം ഞാൻ പറയാത്ത ഒരു പോയിന്റ് ആ സാറിന് അറിയാമായിരിക്കും. അപ്പോൾ ആ സാർ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് നമ്മളോട് ആ സാറ് പറയും, സാറ് ക്ലാസ് എടുത്തിനകത്ത് ഈ ഒരു പോയിന്റ് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും വർഷം ക്ലാസ് എടുത്തിട്ട് ഇത്രയും നാൾ ആ പോയിന്റ് പറയാതെ പഠിപ്പിച്ചത്. പക്ഷെ ആ സാർ അത് ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ പോയിന്റ് പറയാനുണ്ട്. അതൊരു ഭയങ്കര കാര്യമാണ്.
അങ്ങനെ നമ്മുടെ ആ ക്ലാസ്സിൻ്റെ ലെവൽ ഭയങ്കരമായിട്ടും കൂടി. അപ്പം അങ്ങനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എല്ലാ പോരായ്മകളും പരിഹരിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ കുട്ടികൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. സാറുമാർക്ക് സ്വയം ശുദ്ധീകരിക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു. അത് ഭയങ്കര കാര്യമാണ്. അതെ. അപ്പോൾ ശരിക്കും ഒരു പോസ്റ്റ് കോവിഡ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറേയധികം കാര്യങ്ങളിലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും വന്നു. നമ്മൾ ഓൺലൈൻ എന്ന് വെച്ചാൽ ടീച്ചിങ്ങിൻ്റെ ഒരു ഭയങ്കരമാണ്. കാരണം ചിലപ്പോൾ മോഡൽസ് ഒക്കെ വെച്ച് പഠിപ്പിക്കാൻ ഓഗ്മെന്റ് റിയാലിറ്റി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ആയത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നപ്പോഴാണ്. നമുക്ക് അത്രയും കാര്യങ്ങൾ, കാരണം കുട്ടികൾ നമ്മുടെ മുമ്പിലില്ല. കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് സങ്കല്പിക്കാനൊക്കെ പറഞ്ഞിട്ട് പിള്ളേരോട് പറയാം. പക്ഷേ ഇല്ല നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ടും ടൂളുകൾ വേണം. അപ്പോൾ അങ്ങനെ ടൂളുകൾ വന്നപ്പോഴത്തേക്കും നമുക്ക് കുറേ അധികം നമ്മുടെ ടീച്ചിങ് മെച്ചപ്പെടുത്താൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾ ഒത്തിരിയധികം ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത് അല്ലേ. നമുക്ക് വേറൊരു പുതിയ ബ്രില്യൻ്റ് എന്ന് പറയുന്ന ആളുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ലെവല് ഓഫ്ലൈൻ ഓൺലൈൻ രണ്ടാമത് ശരിക്കും ഓഫ്ലൈനിൽ ഒതുങ്ങി എന്ന സാധനം ശരിക്കും ഭയങ്കരമായിട്ടൊക്കെ സ്പ്രെഡായി. അതെ, ശരിക്കും ഒരു വേൾഡ് വൈഡ് ഒരു അക്സെപ്റ്റൻസ് ആണ്. നമ്മുടെ ഈ പ്രാവശ്യം റിസൾട്ട് തന്നെ അതിന് ഏറ്റവും വലിയ തെളിവില്ല. അതെ അതെ. അപ്പോൾ സാറേ, ഇപ്പം നമ്മൾ കോവിഡിൻ്റെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് പല മാനേജ്മെന്റുകളും കുറേയധികം ആൾക്കാരെ പിരിച്ചുവിടുകയും ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാനേജ്മെന്റ് എങ്ങനെയാണ് ആ ഒരു സമയം ഫേസ് ചെയ്തത്? അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാനിപ്പം എൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് പറയേണ്ടി വരും. കാരണം കോവിഡിൻ്റെ സമയത്ത് എനിക്ക് സ്ഥാപനം തുറക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് നോർമലി ഞാൻ സ്ഥാപനം പൂട്ടേണ്ടി വരുന്നത്. എൻ്റെ ഒരു ചങ്ങനാശ്ശേരിയിൽ അത്യാവശ്യം എനിക്ക് നല്ല ടേൺ ഓവർ ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. അതെനിക്ക് കൂട്ടേണ്ടി വരുന്നത് കോവിഡിൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ്. അപ്പോൾ ആ സമയം വന്നപ്പോഴും ഞാൻ വീടിൻ്റെ ലോണൊക്കെ എടുത്ത് നിൽക്കുന്ന സമയമാണ്. ഞാൻ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 6 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ലോണൊക്കെ എടുത്ത സമയത്തും ക്ലാസ് ഇല്ലായിരുന്നിട്ടും കൃത്യമായിട്ട് നമ്മുടെ സാലറി അക്കൗണ്ടിലേക്ക് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ബ്രില്യൻ്റുകാർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആ കോവിഡിൻ്റെ ഏകദേശം 2 വർഷത്തിനടുത്ത് വരെ. ശരിക്കും നോർമലായിട്ട് ഒരാളാണെങ്കിൽ, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ കേസ് ഞാൻ പറയുന്നുള്ളൂ, ഇപ്പം നമ്മൾ ഒരാളെ സഹായിച്ചെങ്കിൽ നമ്മൾ നോർമലി നമ്മളത് എങ്ങനെയെങ്കിലും തിരിച്ച് ഏൺ ചെയ്യാൻ നോക്കും. പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതൊരു വലിയ കാര്യമില്ല. വേറെ ആരാണെങ്കിലും ആ പൈസ തിരിച്ചെടുക്കാൻ നോക്കും. പക്ഷെ അങ്ങനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതൊരു ഭയങ്കര കാര്യം. ആ സമയത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ സ്ഥാപനം ഉണ്ടായിരുന്നു നമ്മൾ പിടിച്ചു തന്നു. അത് ഭയങ്കര കാര്യം. ആ ഒരു ദൈവാനുഗ്രഹം ഇത്രയധികം ആൾക്കാരുടെ, ഇത്രയും പേര് ഒരാൾക്കല്ലല്ലോ, ഇത്രയും ആൾക്കാർക്കല്ലേ. അത് ഈ പ്രോസസ് തൊട്ടങ്ങ് താഴെ വരെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞു 700-ലധികം പ്രൊഫസേഴ്സ് നമുക്കുണ്ട്. അപ്പം പ്രൊഫസേഴ്സ് മാത്രമല്ല, ബാക്കിയുള്ള നമ്മുടെ സ്റ്റാഫും എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അപ്പം ആ ഒരു അത്രയും ആൾക്കാരെ ഒരുമിച്ച് ആ ഒരു 2 വർഷം നിർത്തുക എന്ന് പറഞ്ഞത് നമ്മുടെ മാനേജ്മെന്റിന്റെ അതെ. അതിലും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റാഫിനൊക്കെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യം കൂടെയാണ്. ഇവിടെ നമുക്ക് ജോലി മാത്രമല്ല, നമ്മളെ എല്ലാവരെയും കരുതുന്നു എന്ന് കാണുമ്പോഴത്തേക്കും അതെ, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഇപ്പം ഈ പറയുന്ന ഇന്ന പൊസിഷനിലിരിക്കുന്നവരെന്നില്ലല്ലോ, എല്ലാവരെയും കരുതുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടേത്. അതുപോലെ തന്നെ സാറേ, ഇപ്പം കോവിഡിന് ശേഷം ഒത്തിരിയധികം അഡ്വാൻസ്മെന്റ്സ് നമ്മൾ ടെക്നോളജി വൈസ് ആണെങ്കിലും വന്നു. നമ്മൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഒത്തിരി റെവല്യൂഷൻസ് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി ക്ലാസ്സുകൾ വന്നു, നമ്മുടെ ലേണിംഗ് ആപ്പ് വന്നു. കുട്ടികൾക്ക് നമ്മൾ ബ്രില്യൻ്റിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ പറ്റി സാർ ഒന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾ ഒരു നോർമലി ഒരു സാറ് കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ബയോളജി അല്ലെങ്കിൽ മാത്സിൻ്റെ അങ്ങനെ ഒരു സാറാണ് ശരി, പോയി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നോർമലി ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും. പക്ഷേ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ കൺസെപ്റ്റ് ചില പ്രോബ്ലത്തിന് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറ്റാതെ വരുമ്പോഴത്തേക്കും നോർമലായിട്ടും അവർക്ക് അതേ പാടത്തിൻ്റെ തന്നെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്ലാസ്സുകൾ ഈ ലേണിംഗ് ആപ്പിനകത്തുണ്ട്. അത് പല സ്ട്രീമിലുള്ള ക്ലാസ് കിടക്കും. പിന്നെ അതുപോലെ തന്നെ ലൈബ്രറിയിൽ എണ്ണിയാ ഒടുങ്ങാത്ത ബുക്കാണ്. അത് ഓരോ എല്ലാം ഭയങ്കര ഇന്ത്യൻ ഓതറുണ്ട്, ഫോറിൻ ഓതേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഒത്തിരി ഒരുപാട് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് എടുക്കുന്ന ഓരോ ബുക്കിലുണ്ട്. അപ്പോൾ ഈ ബുക്കുകളിലൊക്കെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്തും കുട്ടികൾക്ക് സംശയം വരാം. ആ സംശയം ദൂരീകരിക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴാണെങ്കിലും, അതിപ്പോൾ ഈ പാലായെന്നല്ല കോഴിക്കോടെന്നല്ല, ഇപ്പം നോർമലായിട്ടും പാലാ, കോഴിക്കോട്, കണ്ണൂരാണെങ്കിലും ശരി, ഇപ്പം കൊല്ലത്താണെങ്കിലും ശരി, തിരുവനന്തപുരത്താണെങ്കിലും ശരി, തൃശ്ശൂരാണെങ്കിലും ശരി, എല്ലാം പ്രൊഫസേഴ്സ് റൂമിൽ അതായത് സബ്ജക്റ്റിൻ്റെ സാറുമാർ കാണും. അതുകൊണ്ട് കൃത്യമായിട്ട് ഡൗട്ടുകളൊക്കെ കൃത്യമായിട്ട് വളരെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ സാറന്മാരെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ട കാര്യങ്ങളാണ്, ഡൗട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ അടിവേര് തൊട്ടാണ് പറയുന്നത്, അല്ലാതെ ആ കറക്റ്റ് സാധനമല്ല. എങ്ങനെ, എന്തുകൊണ്ട്, എപ്പോൾ ഇങ്ങനെ വന്നു, അത് എന്തുകൊണ്ട് ഈ ഇന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നില്ല, അങ്ങനെയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പൂവാണ് ചോദിച്ചെങ്കിൽ ആ കൊച്ചിന് കിട്ടുന്ന ഒരു പൂക്കാലോ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകാൻ പറ്റും. പിന്നെ ഒരു അംശം ആ ടോപ്പിക്കിനകത്ത് വരുത്തേയില്ല. അത്ര ക്ലാരിഫൈ ചെയ്താണ് ഇവിടെ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് വിഷയമില്ല. ഇനി ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും നോർമലി ഹോസ്റ്റലിൽ ചെന്നാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗട്ട് വന്നു
ആ ഡൗട്ടുകൾ പിറ്റേ ദിവസം വന്ന് ചോദിക്കാനാണെങ്കിലും പറ്റും. അതുകൂടാതെ ഇ ലേണിംഗ് ആപ്പിന് അത് പിള്ളേരുടെ ഡൗട്ട് ക്ലിയറൻസ് പറഞ്ഞ് പിന്നെ ഇടുന്നുണ്ട്. ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇ ലേണിംഗ് ആപ്പിന് അത് കുറേ സാറുമാരുണ്ട്, അവരും ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു ഡൗട്ട് നോർമലായിട്ട് ഇന്ന് രാവിലെ ഇട്ട ഡൗട്ടാണെങ്കിൽ ഇന്ന് വൈകിട്ടോ അല്ല നാളെ രാവിലെ കൊണ്ട് അത് ക്ലിയർ ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ലാഗ് ഉണ്ടാവില്ല. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതെ, ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് എപ്പോഴും കുട്ടികൾക്ക് ചില ആൾക്കാർക്ക് നേരിട്ട് വന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെ പോയി ചോദിക്കും അല്ലേ, അങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ഇവിടെ അതിനൊന്നും ഒരു വിഷയവും ഇല്ല. എനിക്ക് തോന്നി മറ്റൊരു കാര്യം, സാധാരണ ചിലപ്പം ചില സാറുമാർക്ക് ഡൗട്ട് ചോദിച്ചാൽ ചില കേട്ടിട്ടുണ്ട് ദേഷ്യപ്പെടുന്നു. പക്ഷെ അങ്ങനെ ഒരു പരിപാടി ബ്രില്യൻ്റ് ഇല്ല കേട്ടോ. അങ്ങനെ പിള്ളേരുടെ ആരും നമ്മൾ ദേഷ്യപ്പെടാറില്ല. കാരണം നോർമലി നമ്മളാണെങ്കിൽ ശരി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആദ്യം പഠിച്ചൊക്കെ മറന്നു പോകും. അത് സ്വാഭാവികമാണ്. ഉറപ്പായിട്ടും നമ്മൾ പിള്ളേർ ആദ്യം പഠിച്ച പാഠത്തിൻ്റെ ചില കൺസെപ്റ്റ് ചിലപ്പോൾ അടുത്ത പാഠം പഠിക്കുമ്പോൾ മറന്നു പോകും. അപ്പോൾ വീണ്ടും ആദ്യത്തെ പാഠത്തിൻ്റെ പരീക്ഷ വരുമ്പോഴത്തേക്കായിരിക്കും പിന്നെ ആ ആദ്യ പാഠം നോക്കുന്നത്. ഉറപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ദേഷ്യപ്പെട്ട് ഓടിച്ചു വിടുക അങ്ങനെയുള്ള പരിപാടി പിള്ളേരിൽ ഒരു സബ്ജക്റ്റിൽ ഒരു സാറുമാർ ചെയ്യാറില്ല. അതുകൊണ്ട് പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്നതിന് മടിയുള്ളവർക്ക് നമുക്ക് ആപ്പിൽ കൂടെ ചെയ്യാം, ഡയറക്റ്റായിട്ട് ചോദിക്കുന്നവർക്ക് നമ്മൾ അങ്ങനെയും പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇവിടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇൻ്റർവെൽ സെഷൻസ് സാറിന് മിക്കവാറും അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് തന്നെ കുട്ടികൾ ആനയിച്ചായിരിക്കും പ്രോസസ് റൂമിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ചുറ്റും ഇങ്ങനെ കുട്ടികളാണ്. നമുക്ക് ഫാക്കൽറ്റീസിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വകഞ്ഞു മാറ്റി വേണം എന്തെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ. കാരണം അത്രമാത്രം ഈ ഫെസിലിറ്റീസ് കുട്ടികളത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ അവർക്ക് ആക്സസിബിൾ ആണ്. ആരും ഇങ്ങനെ വലിയ കടുംപിടുത്തം പിടിച്ച് ഇരിക്കുന്നവരാരുമല്ല. കുഞ്ഞുങ്ങളെ എപ്പോഴും വെൽക്കം ചെയ്യുന്നവരാണ് നമ്മുടെ പ്രോസസ് ഹോളിലേക്ക്. അവർക്ക് ഏത് സമയത്തും അവരുടെ എന്ത് സംശയങ്ങളുമായിട്ടോ അല്ലെങ്കിൽ എന്ത് പ്രശ്നമായിട്ടോ വളരെ ഫ്രീ ആയിട്ട് കടന്നു വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പ്രോസസ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് ടീച്ചറെ, നമ്മളിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് 2015 ഒക്ടോബറിൽ വന്നെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഞാനിവിടെ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമാണ്. കോളേജ് പ്രൊഫസേഴ്സ് ഭയങ്കര ലെജൻസ് ആയിട്ടുള്ള കോളേജ് പ്രൊഫസേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ മത്തായി സാറുണ്ട്, മോഹൻ തോമസ് സാറുണ്ട്, JKT സാറുണ്ട്, TMC സാറുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നോർമലി എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവർ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് എനിക്ക് ഇരിക്കാൻ ഇടം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ അവർക്കറിയാം ഞാൻ വന്നതേ ഉള്ളതെന്നറിയാം. അപ്പോൾ നോർമലി വരുന്ന പിള്ളേർ ആദ്യം അവരോട് ഡൗട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതതിൻ്റെ ബേസ് തൊട്ടാണ് പറയുന്നത്. ഒന്നാമത് കോളേജ് പ്രൊഫസേഴ്സ് ആയതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് കോളേജിൽ വലിയ പിള്ളേരെ MSc BSc ഉള്ള പിള്ളേരെ പഠിപ്പിച്ച് വന്നിരിക്കുന്ന സാറുമാരായതുകൊണ്ട് ഇവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയും, ഭയങ്കര ഡെപ്തിലറിയും. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സാർ അതിൻ്റെ അടിവേര് തൊട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്, എനിക്ക് ശരിക്കും ഇത് കേൾക്കാൻ പറ്റും. നമ്മൾ പണ്ട് മറന്നു കിടന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് സാറുമാർ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ചാപ്റ്റർ വേറൊരു ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന കണ്ടാണ് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായത്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലെവൽ ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഏത് ബുക്ക് എടുത്ത് റെഫർ ചെയ്യണമെന്നൊക്കെ സാറുമാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇന്ന ചാപ്റ്റർ ഇന്ന ബുക്ക് എടുത്താണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എനിക്കത് എഴുതി ഞാനതൊക്കെ ചിലപ്പോൾ എഴുതി വെക്കും, ഇന്ന പാടത്ത് ഇന്ന ബുക്കാണ്. അപ്പോൾ അങ്ങനെ കുറേ അനുഭവ സമ്പത്ത് ഇവിടെ ഒന്നുണ്ടായത് ഭയങ്കരമായിട്ടോ. നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്ത് വായിച്ചാൽ നമുക്ക് ചിലപ്പം ഒരു പർട്ടിക്കുലർ സാധനം കിട്ടുമായിരിക്കും. വേറൊരു ബുക്ക് വായിച്ചാൽ അതിൻ്റെ വേറൊരു പോയിന്റ് കിട്ടും. പക്ഷേ ഈ സാറ് പറയുമ്പോൾ ഒരു 7 ബുക്കിൻ്റെ കാര്യം പറയും. സാറിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ ഒരു 6-7 ബുക്കിൽ കിടക്കുന്നതായിരിക്കും. അത് സാറ് കമ്പൈൻ ചെയ്ത് പറയുക. അപ്പം നമുക്ക് ഒറ്റയടിക്ക് 7 ബുക്ക് നോക്കുന്നതിന് പകരം ഒറ്റയടിക്ക് ആ ഡേറ്റ മുഴുവൻ കിട്ടും. അത് ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എനിക്കൊന്ന് ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്നവരൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഒത്തിരി സാധനങ്ങളൊന്നും റെഫർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ആ ക്ലാസ്സും അതുപോലെ തന്നെ നോട്ടും അത് ധാരാളമാണെന്നാണ് പല കുട്ടികളും നമ്മൾ ടെസ്റ്റിമണീസ്. ഏറ്റവും വലിയ നമ്മുടെ വർക്ക് ബുക്കിനകത്ത് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ ഇല്ലേ. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ കൂടാതെ വർക്ക് ബുക്കിനകത്ത് തന്നെ ഒരു ചാപ്റ്ററിലെ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ടോപ്പിക്കിനെയും ബേസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ചാപ്റ്ററിൽ ഏകദേശം എല്ലാ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനും കുട്ടി പ്രാപ്തയാവുക. അത് വലിയ കാര്യം. അപ്പം ഈ പറയുന്ന പോലെ നമ്മളിപ്പം കുട്ടികൾക്ക് നമ്മൾ ബ്രില്യൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ഓരോ ഫെസിലിറ്റീസാണ് നമ്മളിപ്പം മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ സാർ എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമായിരിക്കും ഈ പറയുന്ന ബ്രില്യൻറ്റിൻ്റെ ഫെസിലിറ്റീസ് എല്ലായിടത്തും ഒന്ന് തന്നെയാണോ? ഇവിടുത്തെ പാലായിലെ പോലെ തന്നെയാണോ തിരുവനന്തപുരത്തെ പോലെയാണോ കൊല്ലത്തെ പോലെയാണോ തൃശ്ശൂർ? അങ്ങനെ നമ്മുടെ ഓരോ സെൻറ്റേഴ്സിലും ഓരോ ഫെസിലിറ്റീസാണോ അല്ലെങ്കിൽ അവിടെ എല്ലാവരുടെ അടുത്തും പല മെത്തേഡ്സ് ആണോ? അങ്ങനെ പല സംശയങ്ങളാണ്. അതായത് പാലായിലെ ഹോസ്റ്റൽ ഫെസിലിറ്റി പോലെയാണോ മറ്റിടത്ത് ബാക്കിയുള്ള സെൻറ്റേഴ്സിൽ? അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയാണോ? ക്യാൻറ്റീൻ
ഇതെല്ലാം എല്ലാവർക്കും ഒത്തിരി കൺസേൺസ് ആണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ റിപ്പീറ്റേഴ്സിൻ്റെ പുതിയ ബാച്ച് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സാറിൻ്റെ ഭാഗത്തുനിന്നൊരു ക്ലാരിഫിക്കേഷൻ കുട്ടികൾക്ക്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പാലായിലും പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് ഹൗസ് കണ്ണൂരായതുകൊണ്ട് ഞാൻ കോഴിക്കോട് ഏരിയയിലും ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഞാൻ കോഴിക്കോട് ക്ലാസ് എടുക്കുന്നുണ്ട്. പാലായിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ എല്ലാ സെൻറ്ററിലും കിട്ടുന്നുണ്ട്. വിശാലമായ ലൈബ്രറി ആണെങ്കിലും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണെങ്കിലും ഹോസ്റ്റൽ സൗകര്യമാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിൽ പോലും കൃത്യമായിട്ട് എല്ലാ സെൻറ്ററിലും ഇവിടെ കിട്ടുന്ന അതേ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. അത് ബ്രില്യൻറ്റിൽ വരാത്തവർക്കുള്ള ഒരു അബദ്ധധാരണ. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും സെൻറ്ററുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേസ് പാലായെന്നറിയാം. അപ്പം അവർ തന്നെ എല്ലാവരും മനസ്സ് വിചാരിക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന ഒരമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ എല്ലാ സെൻറ്ററുകളും, അത് നമ്മുടെ എബ്രോഡുള്ള സെൻറ്റേഴ്സ് ഉൾപ്പെടെ നമുക്ക് ബ്രില്യൻറ്റിന് ഒരുപോലെയാണ്. ഒരു സെൻറ്ററിനോട് ഒരു വേറെ വ്യത്യാസമില്ല. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ, അതായത് നമ്മുടെ പാല എന്ന് പറയുന്ന നമ്മുടെ ബേസ് ക്യാമ്പിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അത് നമ്മുടെ എല്ലാ സെൻറ്റേഴ്സിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ സാർ, ഇപ്പം സാറിൻ്റെ ക്ലാസ്സസ് ഇപ്പം നമ്മൾ ഓൺലൈൻ കുട്ടികളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുറേ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. സാർ എന്ന് പറയുന്ന അധ്യാപകനെ കുട്ടികൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബിക്കോസ് നമ്മൾ ഈ പറയുന്നതല്ല, പ്രോസസ്സുകളിലാണേലും ഇങ്ങനെ സാറിൻ്റെ ചുറ്റുമുള്ള ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടം ഞങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു അധ്യാപനം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് സാർ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അത് ശരിക്കും പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ഒരു കാര്യം പറയും, എൻ്റെ പെങ്ങളുടെ ഒരു കാര്യം പറയും. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളിൽ ജോലി കിട്ടി പോകുന്ന സമയത്ത് ചേച്ചി 2 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒരു 6th-ലും 7th-ലും പഠിക്കുന്ന 2 സ്റ്റുഡൻസിന് ട്യൂഷൻ എടുക്കും. അപ്പോൾ ചേച്ചി ജോലി കിട്ടി പോയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ട്യൂഷൻ എടുക്കാൻ ആളില്ല. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ പോയി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി എടുത്ത 2 കുട്ടികൾ, ആ കുട്ടികളുടെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, റോഷനും ചാക്കോയും എന്ന് പറയും. ചങ്ങനാശ്ശേരി 2 പിള്ളേർ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. അതിലിപ്പോൾ റോഷൻ ഡോക്ടറായി, ഈ ചാക്കോ എന്ന് പറയുന്ന ആൾ എഞ്ചിനീയറായി. അപ്പോൾ അവരുടെ ഇപ്പോഴും എനിക്ക് അത്യാവശ്യം കോൺടാക്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ പോയി തുടങ്ങിയത്. അന്ന് എനിക്ക് ടീച്ചിങ് എന്ന സംഭവം ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പുസ്തകം വായിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ അവർക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ പഠിപ്പിച്ചിട്ട് ഒരാൾക്ക് മാർക്ക് കിട്ടി, അപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യണം എന്നുള്ള ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ടീച്ചിങ്ങിനോട് കൂടുതൽ ആഭിമുഖ്യം വന്നത്. അങ്ങനെ ഞാൻ എടുത്താണ് നോർമലി ശരിക്കും പറഞ്ഞാൽ ഈ ചാക്കോറിൻ്റെ റോഷൻ്റെ ട്യൂഷൻ എടുക്കുന്ന ഏകദേശം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരുന്ന സമയത്താണ്. അപ്പം അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വിദ്യാഭ്യാസ ജീവിതം. അത് കഴിഞ്ഞ് പിന്നെ ആ പിള്ളേർ മാറിക്കഴിഞ്ഞ് പിന്നെ ഞാൻ പതുക്കെ +1 +2ലേക്ക് വന്നു. ട്യൂഷൻ അത് കോഴഞ്ചേരിയിലാണ് ക്ലാസ് എടുക്കുന്നത്. കോഴഞ്ചേരി ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ കോഴഞ്ചേരി ക്ലാസ് എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു കാസർഗോഡ് ജില്ല, അതുപോലെ തന്നെ പാലക്കാട് ജില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് ക്ലാസ് എടുക്കും. പക്ഷേ തൃശ്ശൂരൊക്കെ ഞാൻ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ടൂറിസ്റ്റ് സെൻ്ററിലൊക്കെ ഇങ്ങനെ പോയി കുറേ ടൂറിസ്റ്റ് സെൻ്ററിൽ ഇങ്ങനെ നടന്ന് കറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സാർ ഒരു ആകാശത്തിൽ ഇങ്ങനെ വീക്കെൻഡിൽ ക്ലാസ് എടുക്കാൻ ചെല്ലാമെന്ന് ചോദിച്ച് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ക്ലാസ് എടുത്തെങ്കിൽ എനിക്ക് പക്ഷേ അവിടുത്തെ മെറ്റീരിയൽ കിട്ടി. അപ്പം മെറ്റീരിയൽ കിട്ടിയപ്പോഴത്തേക്കും പക്ഷേ മെറ്റീരിയൽ നമുക്ക് വീട്ടിൽ നോക്കാൻ സമയമൊന്നുമില്ല. കാരണം ശനി ഞായർ 2 ദിവസം ക്ലാസ്സിലല്ലോ. അപ്പോൾ നമ്മളത് വീട്ടിൽ തന്നെ വെക്കും, നോക്കാറൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ പുതിയ ചാപ്റ്ററുകളൊക്കെ പഠിക്കേണ്ടി വന്നപ്പോഴത്തേക്കും നമ്മളത് നോക്കിയപ്പോൾ മനസ്സിലായി കുറച്ചൊരു ഉണ്ടെന്ന്. പക്ഷെ അന്നേരം അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ കഥ പോലെ ഇൻ്റർവ്യൂ ഉണ്ട് ബ്രില്യൻറ്റിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഗുണമുണ്ടായി. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ അതിഭയങ്കരമായ ലെവലിൽ ക്ലാസ് ആക്കുന്ന സാറുമാരുടെ കൂടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ ഭയങ്കരമാണ്. അപ്പോൾ അവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് പറയും. ഇപ്പോൾ GMC സാറാണെങ്കിൽ തന്നെയും മത്തായ സാറിനൊക്കെ ഞാൻ ചോദിച്ചു ഒരുപാട് സാധനങ്ങൾ എനിക്കൊരു ഇങ്ങനെ മണിക്കൂറോളം പറഞ്ഞു തന്നിട്ടുണ്ട്. എടാ ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അത് വലിയ കാര്യമാണ്. അത് നോർമലി ഭയങ്കര സംഭവം. അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ഒരു സമയം കളയാന്ന് പറഞ്ഞത് ഭയങ്കര കാര്യമാണ്. അതെ, ശരിക്കും നമ്മൾ തന്നെ വളർന്നാൽ പോരാ, കൂടെ ഉള്ളവരും വളരണം. ഞാൻ എൻ്റെ കേസിൽ അങ്ങനെ പറയത്തുള്ളൂ. ഇവർ ഇത്രയും ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും ആ സാറുമാരൊക്കെ നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടാണ് നമുക്ക് ഇന്ന് എന്തെങ്കിലും ആയെന്ന് മറ്റുള്ളവർക്ക് ഇങ്ങനെ തോന്നിയ അതിൻ്റെ റീസൺ അവരാണ്. നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചേ കാണത്തുള്ളൂ. ഒരു 85% സാറുമാരുടെ ഹെൽപ്പ് തന്നെയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത്രയും ബുക്ക് നമുക്ക് വായിക്കാൻ സമയമില്ല. പക്ഷെ അവർ പറയും അത്രയും ബുക്കിൻ്റെ കണ്ടന്റ് ഒരുമിച്ചാണ് പറയുന്നത്. അതെ, അപ്പം ശരിക്കും അത് നമ്മൾ എല്ലാ ഇൻ്റർവ്യൂസിനകത്ത് നമ്മൾ പറയുന്നതാണ് ബ്രില്യൻറ്റിൻ്റെ ഒരു ടീം വർക്ക്. അപ്പം ഇത് ഒരിക്കലും ഒരു 1 man ഷോ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയല്ല. ശരിക്കും കൂട്ടത്തിലുള്ള, ഇപ്പം ഞാൻ മാത്രം വളർന്നാൽ പോരാ, എൻ്റെ കൂട്ടത്തിലുള്ള ആളും വളരണം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളരണം എന്ന് ഒരു ആഗ്രഹം നമ്മുടെ
ഹോൾ എൻ്റെ ബ്രില്യൻ ടീമിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രില്യൻ ഫാമിലിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഒരു ജൂനിയർ സീനിയർ എന്ന് പറയുന്ന ഒരു വലിപ്പച്ചെറുപ്പമൊന്നുമില്ലാതെ നമ്മളെയും കൂടെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ഒത്തിരിയധികം അധ്യാപകർ സഹായിച്ചിട്ടുണ്ടെന്നല്ലേ സാറ് പറഞ്ഞു? അതെ അതെ. ഇപ്പം നമ്മളിപ്പോൾ അത് പറയുമ്പോൾ പ്രൊഫസേഴ്സിൻ്റെ കാര്യം നമ്മളത് പറയുന്നുണ്ടോ ഒക്കെ സംബന്ധിച്ചു. പക്ഷേ ഇത്രയും പ്രൊഫസേഴ്സിന് കറക്റ്റായിട്ട് ക്ലാസ്സിരുന്ന ഒരു ടൈം ടേബിൾ സെക്ഷനാണ്. അപ്പോൾ അത് ഭയങ്കരമാണ്. ഇത്രയും പേരുടെ കോഡുകളും കാര്യങ്ങളും എവിടം വരെ എടുത്തു, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഇന്ന ചാപ്റ്റർ എവിടം വരെ എടുത്തു, ബാക്കി ഇത്ര സമയം കൊണ്ട് ഇത്ര എടുക്കാനുണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് ഓർത്തിരിക്കണ്ടേ. അത് ഭയങ്കര സംഭവമാണ്. അതാണ് ശരിക്കും ബ്രില്യൻറ്റിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് അപ്രോച്ചാണ് അത് എല്ലാ കാര്യങ്ങളിലും. അതെ, നമ്മുടെ ടീച്ചിങ് ആയിക്കോട്ടെ, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാവരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് അവരവർക്ക് കൃത്യമായിട്ട് അറിയാം വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് കൃത്യം എല്ലാവർക്കും അറിയാം. ഒരിടത്തും നമുക്കൊരു കൺഫ്യൂഷൻ്റെ കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സാറെന്ന് പറയുന്ന അധ്യാപകനെ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ പല ക്ലാസ്സുകളിലും എസ്പെഷ്യലി ഓൺലൈൻ ക്ലാസ്സുകളിൽ സാർ എന്ന് പറഞ്ഞ ഗായകനെ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ് വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് നമുക്കറിയാം. സാറ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്, അതെനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതെ, അപ്പം ഒത്തിരിയധികം വിശേഷണങ്ങൾ സാറിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നോട്ട് എഴുതി വരച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് സാറ് വരയ്ക്കുന്ന കാര്യം സാറ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒത്തിരി സന്തോഷം തന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് ആദ്യമായിട്ട് വരച്ചത് എന്ന് പറഞ്ഞ് സാറ് കാണിച്ചൊരു ഫോട്ടോ. അപ്പം ആ ഫോട്ടോ എന്ന് പറയുന്നത് സാറിൻ്റെ പ്രിയ പത്നിയുടെ ആയിരുന്നു അല്ലേ. അപ്പം സാർ എത്രമാത്രം ആ ഒരു പ്രണയമുള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി. കാരണം മാഡത്തിൻ്റെ ഫോട്ടോ എങ്ങനെയാണോ അതുപോലെ തന്നെ സാർ ആ ഒരു ഇമേജ് ഇപ്പുറത്ത് വരച്ചു വെച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ജീവൻ തുളുമ്പുന്ന ചിത്രം എന്നൊക്കെ പറയുന്നത് പോലെ. ഇത്രയും നല്ലൊരു സമ്മാനം എനിക്കൊന്നും മാഡത്തിന് വേറെ കൊടുക്കാനുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുപോലെ നല്ലൊരു പടമായിരുന്നു. അപ്പം സാറിൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. വൈഫിൻ്റെ പേര് ശ്രുതി മനോഹർ എന്നാണ്. അപ്പം മനോഹർ എന്നുള്ള അച്ഛൻ്റെ പേരാണ്. സാധാരണ നോർമലി കല്യാണം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഹസ്ബൻഡിൻ്റെ പേര് ചേർക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. പുള്ളിക്കാരിയും ഞാൻ കണ്ടു മനസ്സിലാക്കിയത് അച്ഛനും മോളും ഭയങ്കര ബോണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പം ആ പേര് തന്നെ മതിയെന്ന് ഞാനങ്ങ് പറഞ്ഞു. ഇനി മാറ്റമൊന്നും വേണ്ടെന്നാണ്. പിന്നെ ഒരു മകനുണ്ട്. മകൻ്റെ പേര് ആലാപ് എന്നാണ്. ഇപ്പം 3.5 വയസ്സായത്. ഓക്കെ. അപ്പം ഇപ്പം നിങ്ങൾ എല്ലാവരും ഇവിടെ കോട്ടയത്താണ്? ഞാനും വൈഫും കുട്ടി മാത്രമാണ്. എനിക്ക് എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മയുള്ളത് ചേട്ടച്ചാരുടെ കൂടെയാണ്. ചേട്ടൻ്റെ കൂടെ താമസിക്കുന്നത്. അപ്പോൾ ഞാനും വൈഫും കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ ചുറ്റുമുണ്ട്. ഞങ്ങളൊരു വില്ലയിലാണ് താമസിക്കുന്നത്. ചുറ്റുമെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നല്ല ബഹളമാണ് അവിടെ. അതെ. ഇപ്പോൾ സാറ് പറഞ്ഞു സാറിൻ്റെ വൈഫ് ഹൗസ് കണ്ണൂരാണ്. അതുപോലെ തന്നെ ഇത്രയധികം കുട്ടികളെ പഠിപ്പിച്ച് ഇപ്പോൾ പല നിലകളിലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ആ ഒരു എന്താ പറയുക, കുട്ടികളുടെ ഒരു ലോകം എന്ന് പറയുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ആ പല സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും കുട്ടികൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് സാറിനത് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ സാറിന് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും സാറിന് നമ്മൾ പണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് പഠിപ്പിക്കുമല്ലോ. എന്തെങ്കിലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പിള്ളേർ പറയുന്നതാണ്. സാറെന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അത് ഞങ്ങളിപ്പോഴും ഓർത്തിരിപ്പുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ അടുത്ത ക്ലാസ്സുകൾ അങ്ങനെ ഞാൻ ഓഫ്ലൈനിൽ പാട്ട് പാടിയിട്ടേ ഇല്ല. കാരണം നമ്മൾ ഈ പാട്ട് പാടിയുണ്ടല്ലോ, പിന്നെ 2-3 പാട്ടൊക്കെ പാടി. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുന്ന വലിയ ഡെപ്ത് ചാപ്റ്ററായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ സമയം കളഞ്ഞാൽ തന്നെയും പിന്നെ വരുന്ന സാറിനത് ബുദ്ധിമുട്ടായിരിക്കും. സൈൻ്റെ വിടുന്ന സെക്ഷൻകാർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ നോർമലി ഞാനങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പാടാറില്ല. അന്നങ്ങനെ ഓൺലൈനിൽ ഒരു തവണ അങ്ങനെ പാടേണ്ടി വന്നതുകൊണ്ട് ഞാനങ്ങ് പാടിയത്. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പാട്ട് പാടാറില്ല. കാരണം അത് പിന്നെ അത് തന്നെയാണ്. നമ്മളിപ്പം ഒരു ക്ലാസ്സിൽ പാട്ട് പാടി പിള്ളേർ ഓളം വെച്ചാൽ അപ്പുറത്തെ ക്ലാസ് എടുത്തിട്ട് സാറിന് അത് ബുദ്ധിമുട്ടാവും. സാർ അപ്പോൾ ആ സാറ് ഭയങ്കര സീരിയസ് ആയിട്ട് ചാപ്റ്റർ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ജോലിയാണെങ്കിലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പൊതുവേ ഓഫ്ലൈൻ ക്ലാസ്സിൽ അങ്ങനെ പാട്ട് പാടാറില്ല. അപ്പോൾ ഈ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ പിള്ളേർ പൊതുവേ പറയുന്നത് അന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സാറേ. അതൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ചാപ്റ്ററുകളെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ കാണും. എന്തായാലും നമ്മൾ പറഞ്ഞ ഡയലോഗുകളൊക്കെ സഹിതം പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം തന്നെയും ശ്രീപാറു എന്നൊരു കൊച്ചു എന്നെ ഹോസ്റ്റൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ അറിഞ്ഞു.
ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തായിട്ടൊക്കെയാണ്. എന്നിട്ട് എന്നോട് പിള്ളേർ വന്നിട്ട് സാറിനെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അപ്പം നമ്മളെ എത്രത്തോളം ആ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു, അങ്ങനെ പതിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് ഒരാളെ അനുകരിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു രീതി കാണുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം, ഇപ്പം ചിലർ ഈ പറയുന്ന പോലെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒഫൻഡഡ് ആകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സാറത് ഭയങ്കര ലൈറ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കൂളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓരോ അധ്യാപകരും. അപ്പം നമ്മൾ അനൂപ് സാർ എന്നൊരു ഗായകനെ ഓൺലൈൻ ക്ലാസ്സുകളിൽ വഴി പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സാറിൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആയിക്കോട്ടെ. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം, തളരുമ്പോൾ ആത്മാവ പശുവേ നിന്നാവിൽ അമൃതം പോലൂരേടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഒത്തിരി സന്തോഷം സാർ. അപ്പം എല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ഈ പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും സാറിൻ്റെ വിശേഷങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവച്ചതിനും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.